കൂനിമ്മേ കുരു എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. മിണ്ടി പോരുത്. നിങ്ങളല്ലേ പറഞ്ഞത് വർഗീയതയ്ക്ക് ഭയങ്കര മാർക്കറ്റ് കയറി പിടിച്ചോളാൻ. ബെറ്റ് വെച്ച കാര്യം അമ്മ മറന്നിട്ടില്ലല്ലോ. അതെന്ത് ചോദ്യമാ? ഏതെങ്കിലും അമ്മ പെറ്റുവെച്ച മോനെ മറക്കൂ? ഇവരല്ലേ ഞാൻ ഇലക്ഷന് തോക്കുമെന്ന് ബെറ്റ് വെച്ചിരിക്കുക രണ്ടുപേരും. കലേഷേ, ഞങ്ങൾ ബെറ്റ് വെച്ച് നീ തോൽക്കാൻ വേണ്ടിയല്ല, നിനക്ക് നന്നായിട്ടറിയാം. 14 വർഷം ഇവിടുത്തെ MLA ആയിരുന്നു നിന്റെ അച്ഛൻ. ഇവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ ഒരുപോലെ ഇഷ്ടമായിരുന്നു. നീ ജയിച്ചത് അച്ഛൻ മരിച്ചതിലുള്ള സഹതാപതരംഗം കൊണ്ടാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. എന്നാൽ അതല്ല, അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ല. സത്യം. അകത്തുണ്ടോ? ഉണ്ട്. സുഖം തന്നെയല്ലേ? എല്ലാരും ഉണ്ടല്ലോ. ഇവരെല്ലാം അറിയില്ലേ? ഇതാണ് കലേഷിന്റെ ഭാര്യ ചിത്ര. പാടൂ? ഇല്ല, കല്യാണത്തിന് കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ട്. ഏയ്, അത് ചുരിദാറിന്റെയാ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ അതോ ജ്യൂസോ? എന്തായാലും ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? അത് നസീറിനെ അറിയൂ. അവൻ ദുബായിൽ നിന്ന് വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കും. അവൻ അവിടെ ഏതോ ശ്രീലങ്കക്കാരൻ്റെ കൂടെ കരാമയിലൊരു ഷെയറിംഗ് അപ്പാർട്ട്മെന്റിലാണ് താമസം. ഈ പറഞ്ഞ ശ്രീലങ്കക്കാരൻ അയാളുടെ നാട്ടിൽ ഇതിലും വലിയ വീടാണ് പണിതിട്ടിരിക്കുന്നത്. എന്നെ എന്റെ ഗൃഹപ്രവേശത്തിന് വിളിച്ചതാ. എനിക്ക് വരാൻ പറ്റിയില്ല. ആന പ്രശ്നം കഴിഞ്ഞോ? അതൊക്കെ സോൾവ് ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞ പെറ്റോ സാറിന് ആനയാ. ഇവിടെ നിൽക്കുകയാണോ? ചായ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട, അങ്ങോട്ട് വരാം. അല്ല, ഈ കലേഷ് താമസിക്കുന്ന വീട് പൂട്ടിയിട്ടിരിക്കുകയാണോ? ഇല്ല, അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അയ്യോ, ഇന്നത്തെ കാലത്ത് വീട് വാടകയ്ക്ക് കൊടുക്കാനേ പാടില്ല. പാവന്മാര് വാടകയും കൃത്യമായി തരുന്നില്ല, കൂടെ വീടും വൃത്തിയേടാക്കും, പിന്നെ പറയുന്ന സമയത്ത് ഒഴിഞ്ഞു വരത്തുമില്ല. പക്ഷെ കലേഷ് സാറിന്റെ വീട്ടിൽ താമസിക്കുന്ന ആള് സാത്വികനും പരമസത്യസന്ധനും സൽഗുണ സമ്പന്നനുമാണ്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും വേണ്ട, പുറത്തുനിന്നാണെങ്കിൽ കഴിച്ചോളൂ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാ. ചുരിദാറിൻ്റെതല്ല, തടിച്ചിട്ടുണ്ട്. സുംബ ഒന്ന് ട്രൈ ചെയ്യും. ശരിയാ, എനിക്കും അതാ തോന്നുന്നു. ഇനി വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് ഇവളുടെ ആദ്യ കുർബാനയാണ്. അത് കലകി. എല്ലാരും വരണം. വൈകുന്നേരം ഒരു ചെറിയ പാർട്ടിയുണ്ട്. പിന്നെ ഉദയന് പ്രത്യേകിച്ച് കാടൊന്നും വേണ്ടല്ലോ. വരുമല്ലോ? 24 ഞാൻ ഒരിക്കലും മറക്കില്ല. വരണം. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ? അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനായി കൂട്. പുതിയ ഫോൺ കൊള്ളാം. നീ അതുമട്ട് കുത്തി അതിന്റെ ബാറ്ററി കളയിലട്ടോ. ഇതിന്റെ ചാർജ് നല്ലോണം നിൽക്കുന്ന ഫോണ്. 3000 mAh ബാറ്ററിയാ. നീ ഇവിടെ നിന്നാൽ എങ്ങനെയാ? നിന്റെ വീട്ടിൽ ചായ സൽക്കാരം നടക്കല്ലേ? ഞാൻ ചെറുതായിട്ട് എന്നെ ആരും ഒന്നിനും കൂട്ടൂല. വലിയവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെറിയവർക്ക് പറ്റുന്നേ. നിനക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റണല്ലേ? ഈ വർഗീസിന് പുറയിലേക്ക് പറക്കാൻ പറ്റുന്ന ഒരു കിളി ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞേരട്ടെ, തേൻ കുടിക്കണ കുരുവി. അതിങ്ങനെ മുമ്പോട്ട് പോയി തേൻ കുടിക്കും, പിന്നെയും പുറകിലോട്ട് വരും, പിന്നെയും മുമ്പോട്ട് പോവും, പുറകിലോട്ട് വരും. അങ്ങനെ പോയി 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 ആ മൊബൈലിഞ്ഞോട്ടാ പോയി. One minute, please. നമ്മുടെ ഒരു പരിചയക്കാരനടുത്ത് മറ്റോന്ന് പറഞ്ഞിരിപ്പുണ്ട്. ചേട്ടൻ വിചാരിച്ച കച്ചവടം ചെയ്തിരാൻ പറ്റും. സംഭവം നടന്ന് നല്ല കമ്മീഷൻ മേടിച്ചരാ. സാധനം ഇപ്പൊ വയനാടാണ്. എന്ത്? വെള്ളി മൂങ്ങ. കളർ കണ്ട് ഇഷ്ടപ്പെട്ട എടുത്താൽ മതി. സിൽവർ പെയിന്റ് അടിച്ചു പോലിരിക്കും. നമ്മള് തമ്മി കണ്ടിട്ടില്ലാട്ടോ. അല്ല, ഒരെണ്ണം വെറൈറ്റി കളർ കണ്ട് ഇഷ്ടപ്പെട്ട എടുത്താന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ടി. ബഹുമാനപ്പെട്ട വൈക്കം മുനിസിപ്പൽ കോടതി OS നമ്പർ 113/2017 എബ്രഹാം മുതൽ പേർ വാദിയായുള്ള പരാതിയിന്മേലുള്ള തീർപ്പ്. 1994 മുനിസിപ്പാലിറ്റി ആക്ട് 444 വകുപ്പ് പ്രകാരം
സമീപവാസികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായ ഫാം 15 ദിവസത്തിനകം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് സിവിൽ നടപടി നിയമം 1908-ലെ 39-ാം ഉത്തരവും 1-ാം ചട്ടപ്രകാരവും വിധിയാവുന്നു. ഈ ആദ്യ കുർബാന നടന്നു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സ് പ്രായം വരും? അറിയില്ല സാറേ. നിങ്ങൾ എത്ര പണിക്കാരുണ്ടായിരുന്നടാ? 4 പേരാ സാർ. 5 or 4? സത്യം പറയടാ. 5. അന്യ സംസ്ഥാനക്കാർ എത്ര പേരുണ്ടായിരുന്നടാ? ഒരാളുണ്ടായിരുന്നു സാറേ. എത്ര? ഒരാളാ. എല്ലാവരും ID പ്രൂഫ് കൊണ്ട് തരണം. ഓ. പോലീസുകാർ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും. നീ അപ്പുറത്തെ ആളുമായിട്ട് കൂട്ടുമില്ല, അങ്ങോട്ട് പോകാറുമില്ലെന്നേ പറയാവൂ. ആരായാലും ഈ ചെയ്തത് ഇച്ചിരി കടുങ്കയായിപ്പോയി. അയാളുടെ വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും. പോയി. അതെ, എന്താ എന്റെ 1.5 ലക്ഷം രൂപ വിലയുള്ള തത്തയാട്ടോ കളവ് പോയത്. ഒരു തത്തയ്ക്ക് 1.5 ലക്ഷം രൂപ? അത് വെറും തത്തയല്ലെന്നേ. ഒരു കാര്യം അറിയാമോ? ഇന്നലെ വൈകിട്ട് ഞാൻ ഈ കൂട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇതിൽ കിടന്ന തത്തേനെ ഇവിടെ ഈ കൂട്ടി കൊണ്ടിട്ടതാ. ഇവിടുന്ന് അത് കളവ് പോയേക്കണേ സാറേ. ഞാനതിനെ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നതാ. സാർ അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചു തന്നോട്ടോ. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞതോ ശരി. ഓക്കെ. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ചില മാന്യന്മാരെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ. എനിക്ക് അവരെയൊക്കെ സംശയാന്നേ. ഗോതമ്പ് കഞ്ഞി എടുത്ത് വെക്കണേ സാറേ. എനിക്കതിനെ കിട്ടണം. ഞാനതിനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതാ. താൻ സമാനപ്പെടോ, നമുക്ക് വഴി ഉണ്ടാക്കാം. സാറേ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തത്തയെ കിട്ടിയിടുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. Come on. Mission Macau is on. സാറേ പുറകെ വാ സാറേ. നമുക്ക് തത്തെ കണ്ടുപിടിക്കുന്നേ. താനാണോ ഞാനാണോ പോലീസ്? ഫോളോ മീ. ആഹാ. തത്ത അകത്തുണ്ട്. സാറിന് ആരാ സാറേ പോലീസിലെടുത്തേ? എന്നതാ സാറേ ഇത്? ഇവിടെ വേറെ ആരാ ഉള്ളത്? ചേട്ടനുണ്ട്, കുളിക്കുവാ. ഈ നേരത്തോ? ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഒരു മെക്കാവോ മിസ്സിംഗ് കേസുണ്ട്. അയ്യോ, മെക്കാട്ടിനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. സാറേ വാ. ഇങ്ങോട്ട് മാറണം. അയ്യോ അയ്യോ, ചേട്ടന്റെ കുളി തെറ്റിക്കല്ലേ സാറേ. എന്താടോ? ഈ മെക്കാവോ ഇവിടെ എങ്ങനെ എത്തി? അയ്യോ, ഇത് തത്തയല്ലേ? അതെങ്ങനെ ഇവിടെ എത്തി എന്നാ ചോദിച്ചത്? ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാ ഈ തത്തെ. തത്തയെ സമ്മാനം തരാൻ നിന്റെ ഭർത്താവ് ആരാടി? സൗദി സുൽത്താനോ? പിന്നെ ആരാടി? 24 ഞാൻ ഒരിക്കലും മറക്കില്ല. ചേട്ടനിപ്പോ പോലീസ് സ്റ്റേഷനിലാണോ താമസം? താമസമൊന്നും ഇല്ലെന്നേ. പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം പോണതാ. ഓ. മണിക്കല്ലേ എടുക്കുന്നേ? ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ആ കൊച്ചിന്റെ അമ്മ എങ്ങാനും ഇനിയും വരൂ? ഏയ്, വേറെ സ്ഥലം കണ്ടി പുറത്തെങ്ങാണ്ടുവാ. മകൻ്റേത് കല്യാണം വരെ മാത്രമുള്ളൊരു പ്രേമബന്ധമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമമൊക്കെ പോയി. അവനെ ഇഷ്ടപ്പെട്ട പോലെ അവൻ്റെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, മൊബൈലിന് റേഞ്ചില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായി. പിന്നെ ഒരു കുഞ്ഞുകൂടിയായപ്പോൾ സൗകര്യങ്ങളൊക്കെ മതിയാവാതായി.
അങ്ങനാണെങ്കിൽ ലതാ തനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല? ഇല്ലെന്നേ. ഒരു കണക്കിന് നന്നായി. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതിയല്ലോ. വീട് നന്നാക്കാൻ കുറെ പൈസ വേണമായിരുന്നു. ജയ്പൂരിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അവിടുത്തെ ഏതോ എക്സിബിഷനിൽ എടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടത് മുതൽ കൊച്ചുമോൾക്ക് ഒരേ ഒരു നിർബന്ധം, ഇതുപോലൊരു തത്ത വേണമെന്ന്. ബാക്കി ഞാൻ തന്നോളാം. ഇതൊരു 30,000 രൂപയുണ്ട്. ഇതെടുത്തിട്ട് ആ തത്ത എനിക്ക് തരണം. മരിച്ചുപോയ എന്റെ മകന്റെ ആഗ്രഹം. അച്ഛൻ തത്തയെ കൊണ്ടുവരുന്നതും കാത്ത് അവള് വീട്ടില് അവന്റെ മോൾക്ക് വേണ്ടിയാ. ഈ തത്ത എനിക്ക് തരണം. എന്റെ മകൻ പോയി. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ? അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമായി കൂട്. എഞ്ചടി കള്ളി. ഹലോ, താനവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ആനിമൽസിനെയും ഇവിടുന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആ ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാരെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ ചെവി കടിക്കല്ലേ കള്ളി. നോൺസെൻസ്. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം, അതാ. പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു. അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. ഗോതമ്പ് തീർന്ന ഉണ്ട് സാറേ. അയാളുടെ കയ്യിൽ ഇനിയും കുറെ ജീവികൾ ഉണ്ടെന്നാ കേട്ടത്. സാറേ, ഇതിന് വല്ല ക്യാരറ്റ് മേടിച്ചു കൊടുക്കട്ടാ. വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റതാ. വെളുപ്പിന് 5:30 മണിക്ക് എണീക്കാൻ നീയാളെ ഗുരുവായൂർ മേൽശാന്തിയാ. ഞാൻ നോണയല്ല സാറേ, ഒരു 5:30-6 മണിയായപ്പോ ഈ കോഴിയെല്ലാം കൂവാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. മുമ്പിൽ 2 കുതിരകട കാണാമോ? ഇല്ല. ആ എന്നാ നിർത്തിക്കേ. പനയോല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ നീ ഇങ്ങോട്ട് മാറിയേ. പോട്ടെ എങ്ങോട്ടാ? വലിത്തോട്ട് ഓടിച്ചെടുക്കണ ഇറക്കാ. ആ സിയുടെ വീട്ടിൽ നിന്ന് തന്നെ പന വെട്ടിയെന്ന് മൂപ്പര് അറിയരുത് കേട്ടോ. ഒന്ന് കൈവച്ചെന്നേ. ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊറോ. ശരി സാർ. ജനമൈത്രി പോലീസ് ഇപ്പം മൃഗമൈത്രി പോലീസായി. ചേട്ടാ, ഒരു ആനവാല് തരാവോ? എന്തിനാ? പേടി മാറാനാ. ആ നോക്കട്ടെ. വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആർക്കും പോലീസിനെ പേടിയില്ലാണ്ടിരിക്കുക. അല്ല, എന്താ തന്റെ പ്ലാൻ? എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോ കുറെ എണ്ണത്തിന് ഒഴിവാക്കിക്കൂടെ? പറക്കാൻ പോത്തിനെ മേടിക്കണ പോലെ അല്ലല്ലോ, വളർത്താനല്ലേ. അതിനൊക്കെ താല്പര്യമുള്ള ഒരു വന്നം. പറത്തിവിട്ടാലും ജീവിക്കൂലല്ലേ? എവിടെ? തനിക്കിതല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തിനാ? ലക്ഷങ്ങൾ വിലയുള്ള ജീവികളല്ലേ കയ്യിലുള്ളത്, അല്ലേ? യേശുവാസിനൊരു പാട്ട് പാടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അറിയില്ല. എന്നാലും ചുമ്മാ പറന്നേ. അതിപ്പോ ദാസേട്ടനല്ലേ, എത്ര ലക്ഷം കൊടുത്താലും നഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് തന്നെ
യേശുവാസ് വീട്ടിലിരുന്ന് ചുമ്മാ പാടിയ പൈസ കിട്ടുവോ? അതില്ല. ഇതും അതുപോലെ ആവശ്യക്കാര ആഗ്രഹത്തോടു കൂടി വരണം. അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലിരുന്ന വരവല്ല, ചെലവാ. യേശുവാസിന്റെ കാര്യം ഓർത്ത് താമസിപ്പിക്കണ്ടോ? KG മാർക്കോസ് ഇല്ലേ, എന്റെ സുഹൃത്താണ്. വെള്ളയും വെള്ളയിട്ട് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, പ്രതിച്ഛായ. ഗീവർഗീസ് വെറും ഒരു പയ്യനല്ല, പുണ്യാളനാ, പുണ്യാളൻ. എന്റെ നിരപരാധിത്വം തെളിയിച്ച ഗീവർഗീസ് പുണ്യാളൻ. കാറിന്റെ സീറ്റിന്റെ അടിയിൽ ഒരു തത്തയെ കിട്ടുമ്പോ താനത് എന്നോട് പറയണ്ടേ? അത് പിന്നെ ചേക്കേറാൻ ഒരു ചില്ലയില്ലാതെ വന്നപ്പോ മുട്ടയിടാൻ കയറിയാണെന്ന് വിചാരിച്ചു. 24 എനിക്ക് രാശിയില്ലാത്ത ഡേറ്റാ. ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇവന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാമായിരുന്നു. ഒരു 200 കോടി അഴിമതി കാണിക്കേ, എന്നിട്ട് അതെന്താ തല കെട്ടിയൊക്കെ അതിനൊരു അന്തസ്സുണ്ട്. ഇതേമാതിരി തത്ത കെട്ടാന് അയ്യേ. അവനിപ്പോ ഇവിടെ നിന്ന് താമസിക്കാനേ നമ്മുടെ വീട്ടിൽ സ്ഥലം കൊടുക്കണമെന്നു. ഇവിടെയോ? അയാളോട് കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറ. കാശും ഭീഷണിയൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യർക്കല്ലേ? 24 മണിക്കൂർ മൃഗങ്ങളിലൂടെ ജീവിക്കുന്ന അയാൾക്കെന്താ അവറ്റകളെ കൊണ്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതിനായി വീട് ചോദിക്കുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതിന് അയാളുടെ കയ്യിൽ നീർക്കോലില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും. അതെ, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് ഉരണം. എടാ, നീ വിചാരിച്ചയാൾക്ക് വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തുകൂടെ? അതൊന്നും വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ വീട് കൊടുത്താലോ? ഉദയേട്ടൻ അവിടെ താമസിക്കുന്നതിന് തന്നെ 100 കൂട്ടം പരാതിയാ. ഇവൾക്ക് ഞാനും. നീ എന്തിനാ അവളെ മാത്രം കുറ്റം പറയുന്നത്? എബ്രഹാമിന്റെ വാക്കും കേട്ട് അയാളെ പെരുവഴിയിലാക്കാൻ നീയും കൂട്ടുന്നതല്ലേ? നാട്ടുകാരൊരു ആവശ്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഈ നാട്ടുകാരെ തന്നെയല്ലേ അന്ന് ആനയ്ക്ക് മതം ഇളകിയപ്പോ നിന്നെ കുറ്റം പറഞ്ഞോണ്ട് ഓടിയത്? അന്ന് അയാളില്ലായിരുന്നേ കാണാമായിരുന്നു. എന്തായി? അമ്മയെ അവളും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക കൺഫേം ചെയ്യാൻ. സാറ് പോയില്ലേ? അമ്മയ്ക്ക് ഇതൊരു തവണ കഴിഞ്ഞതാ, എനിക്കങ്ങനെയല്ലല്ലോ. അതിന്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്തായി? കൺഫേം ചിക്കൻ ബോക്സ് തന്നെ. ഇനി പുളിയുള്ളതൊന്നും തിന്നരുത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഒരു തവണ വന്നാ, അതുകൊണ്ട് കുഴപ്പമില്ല. നന്നായി. ഇനി ഇവളുടെ സെൽഫി എടുപ്പ് ഇത്തിരി കുറയുമല്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് മാറിന്നേ. പകർന്നാ പിന്നെ പ്രചരണമാണെന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ്റെ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ചിക്കൻ ബോക്സ് അടിപൊളി. തമിഴ്നാട്ടിലേക്ക് തോന്നു കഴിഞ്ഞിട്ടല്ല അമ്മോളേട്ടെന്ന് പറയും. ഇത് വന്നാ ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. ജെയിംസ് തോമസ് ഫ്രം എൻഫോഴ്സ്മെന്റ്. വീടൊന്ന് സെർച്ച് ചെയ്യണം. വാറന്റ്. ഐശ്വര്യക്കാര് രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്നാട്ടെ. സാർ പ്ലീസ്. പിള്ളേ, അതെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇവിടുത്തെ ലാൻഡ് ഫോൺ ഡിസ്കണക്ട് ചെയ്യണം. എന്താ സാർ? ഇവിടുത്തെ ലാൻഡ് ഫോൺ ഡിസ്കണക്ട് ചെയ്യണമെന്ന്. യെസ് സാർ. സാർ, ഒരാള് ബെഡ്റൂമിലെ മേശയുടെ സൈഡില്, ഒരാള് അടുക്കളയിലെ ഫ്രിഡ്ജിന്റെ ബാക്കില്, ഞാൻ കട്ടിലിന്റെ അടിയില്. എന്റെ പിള്ള, ഇത് സാറ്റുകളിയല്ല, റെയ്ഡാണ്, റെയ്ഡ്. പിള്ള കളിക്കാൻ നടക്കണം. വലിയ VIP ആയിട്ടും ജോക്കിയാണല്ലോ. അവിടെ സോചി മോളെ, നിനക്ക് വയ്യെങ്കിൽ നീ പോയി കിടക്ക്. വേണ്ടമ്മേ. അവിടെ നോക്കണോ? ഫുള്ള് സെർച്ച് ചെയ്യണം. എന്ത് ടെൻഷൻ? നമ്മളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അകത്തിരിപ്പുണ്ട്. അതൊക്കെ ഈ പോലീസുകാരെടുത്തോണ്ട് പോവോ?
ആ നീ ഇവിടെ വന്നിരിക്കാണോ? ഇവരൊരു പാവാ സാറേ, ഒരു ഉമ്മ മലയോന്തിലേക്ക് വീട്ടിലാണ് ഓർത്തത് സാറേ. സാർ ഒരു വർണ്ണശബളമായ കോഴി. ആ ഇത് പെസന്റാ സാറേ, ഇതിനെ കൊണ്ടുപോക്കോ. സോറി സാർ, റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. ബ്ലാക്ക് മണി ഉണ്ടെന്ന്. സോറി. എന്തായി സാർ? വീട് മൊത്തം അരിച്ചു പറക്കി. ഈ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ല. സമ്മതിക്കണോട്ടാ, വെറുതെ അല്ല തനിക്ക് പ്രൊമോഷൻ കിട്ടാത്തത്. പാടോ പാടോ. എന്താ കാര്യം? കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താ മോനെ? ഈ ഡൽഹിക്കാണെന്നും പറഞ്ഞ് ഞാൻ പോയത് ദുബായിക്കാ, നസീറിനെ കാണാൻ. ഇലക്ഷൻ ഫണ്ടിലേക്ക് അവൻ തന്ന ഒരു 10 ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നു. അത് വെച്ച ബാഗ്. എന്നിട്ടാ പണം ഇവിടെ? കലേഷേട്ടാ, ആ കിളികൾ പേടിച്ചാ ചത്തു. അതേ ഒന്ന് പറയണത് കേക്കണ്ടോ? ഹലോ, ആരെങ്കിലും എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ പറഞ്ഞത് ആ കിളികൾ പേടിച്ചാ ചത്തുവെന്നേ. ഞാൻ പറയട്ടെ, കൊടുത്തല്ലേ? താങ്ക് യു മാഡം. ജോസഫേ, ഈ കലക്ക് വെള്ളം മാത്രമേ ഉള്ളൂ. ടൈഗർ ബിസ്ക്കറ്റ് കൂടെ തിന്നിട്ട് പോയാ മതി. ജിമ്മിയുടെ സ്വന്തം മാടി പോലും നമുക്ക് തന്നെ ഭൂരിപക്ഷം ഒന്ന്. ഒരു മിനിറ്റ്. അയ്യോ, ഡൽഹിയിൽ നിന്നൊരു കോള് വരുന്നു. സ്റ്റേറ്റ് കാർ ഓടിക്കുന്നേ എന്റെ ജാതകത്ത് പറഞ്ഞിട്ടുണ്ട്. കൈസാഹേ, ജയിച്ചു ഹേ. താങ്കൾക്ക് ഇത്തവണ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ? പറയൂ. പാർട്ടിയിലെ ഉന്നതരായ നേതാക്കളിൽ പലരും അച്ഛന്റെ സമകാലികരാണ്. ആണ്. പാർട്ടി പറയട്ടെ. പിന്നെ മുകളിലുള്ളവൻ തീരുമാനിക്കും. കലേഷ് പറയുന്നത് പാർട്ടിയും മുകളിലുള്ള ഹൈക്കമാൻഡും തന്നെ മന്ത്രിസ്ഥാനം തീരുമാനിക്കുമെന്നാണ്. ഉന്നതതല യോഗം ഉടനുണ്ടാകും. കേന്ദ്രവും നേരത്തെ MLA-യുടെ ഭാര്യ, ഇപ്പോൾ MLA-യുടെ അമ്മ. അച്ഛന്റെയും മകന്റെയും രാഷ്ട്രീയ ഉപദേഷ്ടാവ് അമ്മയാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു, ശരിയാണോ? പറയൂ. ആണോന്ന് ചോദിച്ചാ അല്ല, എന്നാ അല്ലേന്ന് ചോദിച്ചാ ആണ്. ആണെന്ന് അമ്മ പറയുന്നത്. ഇനി വേണേ താൻ ചോദിച്ചോ. മാഡം, ഒരു ഉമ്മ കൊടുക്കോ സാറിന്? അയ്യോ അത് വേണ്ട. അതല്ല, ഭാര്യയും അമ്മയും കൂടെ ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ വിജയചുംബനം എന്നൊരു ക്യാപ്ഷൻ കൊടുത്തത് ഗംഭീരമായിരുന്നു. അമ്മ ഒന്ന് പോയടോ. ശരി, പടക്കം പൊട്ടിക്കുന്നത് നിർത്താൻ പറയോ? പടക്കം പൊട്ടി കിളികൾ ചത്തുകൂട്ടോ? അറിയോ? ഞങ്ങൾ ജീവി കണ്ടോണ്ടിരിക്കുകയാണല്ലോ, പിന്നല്ലാതെ. അപ്പോഴേ കടുത്തുരുത്തിൽ നമുക്ക് തന്നെ ഭൂരിപക്ഷം. അതെ, പിന്നെ നാളെ രാവിലെ ന്യൂസ് ലൈവിൽ കാണാം. നസീറേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മിന്നിച്ചില്ലേ? ഒരു ചെറിയ പേടി കൊടുത്ത വന്നത് നസീറാണെങ്കിലും നമ്മക്കയാളെ എന്നും പേരട്ടോ. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീൽ പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാറ് മത്സരിച്ചത്. പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായത്. പക്ഷേ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. ഇലക്ഷന് വേണ്ടി വാങ്ങിച്ച പടക്കങ്ങളാ, ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കലേഷിന്റെ പാർട്ടിക്കാർക്ക് പകുതി വിലക്ക് മറിച്ചു വിറ്റാലോ?